സ്വാദിഷ്ടമായ അച്ചിങ്ങ മെഴുക്കുപുരട്ടി. ആദ്യം ചുവട് കട്ടിയുള്ള ഒരു പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ ചൂടായി കഴിഞ്ഞു മാത്രം കടുക് ഇട്ട് കൊടുക്കണം. കടുക് മുഴുവനും പൊട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നീളത്തിൽ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുക്കണം. ചെറുതായി കളർ ചേഞ്ച് വരുന്നത് വരെ അതൊന്ന് വഴറ്റി കൊടുക്കണം. പച്ചനെ കിടക്കുകയാണെങ്കിൽ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. അടുത്തതായി സവാള സ്ലൈസ് ചെയ്തതും വെളുത്തുള്ളി സ്ലൈസ് ചെയ്തതും കറിവേപ്പിലയും ഇട്ടുകൊടുക്കുക. സവാള നല്ലതുപോലെ വാടണം, എന്നാൽ മാത്രമേ മെഴുക്കുവരട്ടിക്ക് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ചെറിയൊരു കളർ ചേഞ്ച് വരുന്നതുവരെ അത് വഴറ്റിയെടുക്കണം. ലോ ഫ്ലെയിമിലാണ് ഞാൻ ഇത് വഴറ്റിയെടുക്കുന്നത്. സവാളയോടൊപ്പം കിടന്ന് തേങ്ങാക്കൊത്ത് ആവശ്യത്തിന് മൂക്കുകയും ചെയ്യും. ഈ മെഴുക്കുവരട്ടി വെള്ളം തളിക്കാതെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് ചുവട് കട്ടിയുള്ള പാത്രം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. അടുത്തതായി കാശ്മീരി ചില്ലി പൗഡർ, എരിവുള്ള മുളകുപൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത്രയും കൂടി അതിലേക്ക് ചേർക്കാം. പൊടികളുടെ റോ ടേസ്റ്റ് പോകുന്നതുവരെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിനിപ്പോൾ ഒരുപാട് സമയമൊന്നും വേണ്ട, ഒരു 2 മിനിറ്റ് ഇങ്ങനെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. ഇനി നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള അച്ചിങ്ങ ഇട്ട് കൊടുക്കാം. പൊടികളും അച്ചിങ്ങയും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അച്ചിങ്ങ മെഴുക്ക് പുരട്ടി അഥവാ അച്ചിങ്ങ ഉലർത്തിന് അച്ചിങ്ങ ഇതേമാതിരി നീളത്തിൽ കട്ട് ചെയ്തെടുക്കുന്നതാ നല്ലത്. അച്ചിങ്ങ തോരൻ ഞാൻ മുൻപ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതുകൂടി ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. ഈ ചാനലിൻ്റെ പ്ലേലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ മറ്റ് വീഡിയോസ് കൂടി നിങ്ങൾക്ക് ഈസിയായി കാണാൻ കഴിയും. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം ഒന്ന് സിമ്മർ ചെയ്യണം. അതിനുശേഷം ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കണം. 5 മിനിറ്റിന് ശേഷം ഒന്നുകൂടി ഓപ്പൺ ചെയ്യാം. അടിയിൽ പിടിക്കാതിരിക്കാൻ അതൊന്ന് ഇളക്കി കൊടുക്കണം. സിമ്മറിലിട്ട് തന്നെ വേവിച്ചെടുക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം. അതിനുശേഷം വീണ്ടും അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് വേവിക്കണം. 2 മിനിറ്റ് കഴിഞ്ഞാൽ വീണ്ടും ഓപ്പൺ ചെയ്ത് അത് ഇളക്കി കൊടുക്കണം. അധിക സമയം നമ്മൾ അടച്ചു വെച്ച് വേവിക്കാൻ പാടില്ല. ഒരു 3 പ്രാവശ്യമെങ്കിലും ഇതേമാതിരി തുറന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം പാൻ്റെ സെൻറ്ററിലേക്ക് അതൊന്ന് കൂട്ടി വെച്ചിട്ട് വീണ്ടും അടച്ചു വെക്കണം. ലാസ്റ്റ് ഒന്നുകൂടി ഓപ്പൺ ചെയ്യുകയാണ്. ഇനി അതൊന്ന് ഇളക്കി കൊടുക്കാം. പാനിൽ അതൊന്ന് സ്പ്രെഡ് ചെയ്ത് ഇട്ട് കൊടുക്കണം. ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. തണുത്തതിന് ശേഷം കഴിക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. വെള്ളം തളിക്കാതെ ഉണ്ടാക്കുന്ന മെഴുക്കുവരട്ടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഇപ്പോൾ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഈ റെസിപ്പിയിൽ ഒരല്പം എണ്ണ കൂടുതൽ ഒഴിക്കേണ്ടി വരും. വെള്ളം തളിക്കുന്നതല്ലല്ലോ. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക് യു.